പ്രവാസി എഴുത്തുകാരൻ ബാബു ചാത്തയിലിന്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ആനക്കര SNK ട്രസ്റ്റ് ഹാളിൽ സാംസ്കാരിക ജനതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന സദസ്സിലാണ് പ്രവാസിയായ ബാബു ചാത്തയിൽ രചിച്ച 2 പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നത്. എഴുത്തുകാരൻ ഹരി കെ പുരയ്ക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരൻ P. സുരേന്ദ്രൻ കുടമുല്ലപ്പൂക്കൾ വേനലിനോട് ചെയ്യുന്നത് എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പുസ്തകം സ്വീകരിച്ചു. 2 തരത്തിലുള്ള കവിതകളുണ്ട്. ഒന്ന് അകം കവിതകളാണ്, ഒന്ന് പുറം കവിതകൾ. ഇപ്പോ ഈ നമ്മുടെ സംഘകാലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അകനാനൂറും പുറനാനൂറും. അകം കവിതകൾ എന്ന് പറഞ്ഞാൽ പ്രണയം, വിരഹം, കുടുംബജീവിതം ഇതൊക്കെയാണ് അകം കവിതകൾക്ക് പുറമെയാണ്. പുറം കവിതകൾ എന്ന് പറയുന്നത് യുദ്ധവും രാജ്യതന്ത്രവും രാജ്യനീതിയുമായി ബന്ധപ്പെട്ടാണ് പുറം. ബാബുവിന്റെ കവിതകളിൽ അകക്കവിതകൾ കുറച്ച് കുറവാണ്, വളരെ കുറച്ച്. ചില വേദനകളൊക്കെ പ്രവാസിയിൽ അവതരിപ്പിച്ചാലും അദ്ദേഹത്തിന്റെ കൂടുതലും പുറം കവിതകൾ ഓണത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പഹൽഗാമിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രവാസത്തിന്റെ പ്രതിസന്ധികളൊക്കെ അങ്ങനെയൊക്കെ വരുന്നത് കൂടുതലും ആ തരത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. സാമൂഹിക പ്രമേയമാകുന്നത് കാൽപ്പനികതയാണ് പൊതുഭാവം. ആ റൊമാൻറ്റിക്കായിട്ടുള്ള എഴുത്തിന്റെ ആധുനികതയ്ക്ക് തന്നെ പലതരത്തിലുള്ള വകഭേദങ്ങളും പലതരത്തിലും ആധുനിക. എന്റെ നുറുങ്ങെഴുത്തുകൾ എന്ന ഓർമ്മക്കുറിപ്പുകളുടെ പ്രകാശനം മാധ്യമപ്രവർത്തകനും കഥാകൃത്തുമായ TVM അലി നിർവഹിച്ചു. പ്രവാസിയും അക്ഷരജാലകം ഡയറക്ടറുമായ ഹുസൈൻ തട്ടത്താഴത്ത് പുസ്തകം സ്വീകരിച്ചു. PV സേതു ആനക്കര, സുമേഷ് നിഹാരിക എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. അപ്പു കുമ്പിടി സ്വന്തം കവിതയും TVM അലി കഥയും അവതരിപ്പിച്ചു. അച്യുതൻ രംഗസൂര്യ, താജിഷ് ചേക്കോട്, ബാബു ചാത്തയിൽ, ഷീജ ചാത്തയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ അങ്ങനെ തോന്നുമെങ്കിലും ഇത് ആ ആസൂത്രിതമായ ആധുനികതയിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു പുസ്തകമാണ് എന്നുള്ളത്. ഇവിടെ ഈ ആനക്കരയിലെ പുസ്തകം മുമ്പ് അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇതിനു മുമ്പ് മധുവനതയിലും അനുഷ്ഠുപ്പിലും ഒക്കെ എഴുതിയിട്ടുള്ള കവിതകളുടെ ഒരു സമാഹാരത്തിന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ജയേന്ദ്രൻ മേലെഴുത്തിന്റെ പുസ്തക പ്രകാശനം. അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതുകൊണ്ടാണ് വരാത്തത്. അപ്പൊ നോക്കൂ, അപ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പോ യാതൊരു പറയാത്തൊരു കാര്യം ഈ പുസ്തകത്തിന്റെ മുന്നോടിയായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നുന്നു. സമയം ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കും. അക്ഷരജാലകം ബുക്സും പ്രിന്റ് ഹൗസുമാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത്.